ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാൻ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിൻ്റെ റെസിപ്പി കാണിക്കണമെന്ന് കുറേ ആയി എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒരു അടിപൊളി സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ് കേട്ടോ. അതിൻ്റെ 1.5 കിലോൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് കിച്ചൺ എന്തായി ഇർഫാനാന്ന് കുറേ നാളായി ചോദിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പം അന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിതാ മുളക് കഴുകാൻ പോലാണ് കേട്ടോ. ഞാൻ മുളകും മല്ലിയും പിന്നെ പത്തിരി പിടിക്കാനുള്ള അരിയും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട്. 2-3 ദിവസമായി അങ്ങനെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോ ഷെയർ ആക്കാമെന്ന്. അപ്പം വീഡിയോ എടുത്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഇന്നിപ്പം എല്ലാം കഴുകിയിട്ട് ക്ലീൻ ആക്കി എടുക്കലാണ്. പത്തിരിപ്പൊടിക്കുള്ളത് ഇന്ന് കഴുകൂല, എന്താ പറയുക, ഇൻഷാ അല്ലാ മുളക് ഉണങ്ങിയിട്ട് കഴുകാമെന്നാണ് വിചാരിക്കുന്നത്. മുളക് ഉണങ്ങിയിട്ട് കൊണ്ടുപോകുന്ന ദിവസം പത്തിരി രണ്ടും ഒരുമിച്ച് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുളക് കഴുകിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുളകും കൂടി കഴുകിയെടുക്കലാണ്. ഇതിലെല്ലാം നല്ലോണം മണ്ണുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ആ ഒരു മുത്ത് കളഞ്ഞിട്ടാണ് വാങ്ങൽ. അങ്ങനെയാകുമ്പം പണി കുറയുമല്ലോ. ഇനിയിപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ കഴുകിയെടുക്കലാണ്. ഇതിലെ സത്യം പറഞ്ഞാൽ നല്ല കോമഡിയാണ് കേട്ടോ. എനിക്കറിയില്ല ഇത് കാശ്മീരി മുളകാന്ന്. എന്നാൽ പണ്ട് മുതൽ ഉമ്മ പിടിക്കൽ ഈ ഒരു മുളകാണ്. ഞാൻ ഈ അടുത്തൊരു പാർട്ടി വ്ളോഗിൽ ചിക്കൻ എന്തോ ഫ്രൈ ആക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായി, ഇർഫാന കാശ്മീരി മുളകാണോ യൂസ് ചെയ്യൽ, നല്ല കളറുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞല്ല, ഞാൻ സാധാ മുളക് ഉപയോഗിക്കൽ. സംഭവത്തിൽ ഈ മുളക് കാശ്മീരി മുളകാന്ന് എനിക്കറിയില്ല. എന്താ പറയുക, എൻ്റെ പണ്ടത്തെ വ്ളോഗെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ മുളക് പൊടിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അതിലെല്ലാം ഈ മുളകാന്ന് ഞാൻ പൊടിക്കൽ. പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഇത് കാശ്മീരി മുളകാന്ന്. എൻ്റെ ഉമ്മയാന്ന് പിന്നെ എനിക്ക് പറഞ്ഞു തന്നെ. സാധാരണ ഉമ്മ തന്നെയാണ് അധികം പൊടിച്ചിട്ട് എനിക്ക് കൊണ്ടു തരുത്ത്. അങ്ങനെ മാറിപ്പോയതാണ് കേട്ടോ, സോറി. 2 ടൈപ്പിൽ മുളകുണ്ട്. ഒന്ന് ഭയങ്കര എരിവില്ല മുളക്, ഇത് എരിവ് കുറഞ്ഞിട്ട് നല്ല കളറുണ്ടാവും. അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിന് ഉമ്മ. അങ്ങനെ ഈ മുളകാന്ന് കേട്ടോ നമ്മൾ എന്താ പറയുക ചിക്കനും മീനെല്ലാം പൊരിക്കാൻ യൂസ് ചെയ്യൽ. സെപ്പറേറ്റ് പറഞ്ഞ പൊടിക്കും മഞ്ഞൾ കൂട്ടാണ്ട്. ഓരോരുക്കും ഉമ്മ മല്ലിയും മുളകും മിക്സാക്കിയിട്ടാണ് പൊടിക്കൽ. 2 കിലോ മല്ലിപ്പൊടിക്ക് 3/4 കിലോനാ മറ്റും മുളക് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കും. അതിൻ്റെ കൂടെ മഞ്ഞളും ചേർക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുളക് വേറെ മല്ലിപ്പൊടി വേറെ അങ്ങനെ പൊടിച്ചെടുക്കലാണ്. മുളക് വേറെ മല്ലിപ്പൊടി വേറെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈ എല്ലാം ചെയ്യുമ്പോൾ നല്ലതാണ്. ഞാനിപ്പോൾ ഇല്ലേ മുളക് വേറെ മല്ലി വേറെ അങ്ങനെ പൊടിച്ചെടുക്കലാണ്. പിന്നെ മറ്റേ ഒരു ഭയങ്കര എരിവില്ല മുളകില്ല, അത് വാങ്ങലില്ല. ഫാമിലിയിൽ ആരും വാങ്ങലില്ല. കാരണം എല്ലാവർക്കും വയറിരിച്ചലിൻ്റെ എല്ലാം പ്രശ്നമുണ്ട്. എന്താ പറയുക, എരിവ് അധികം കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പിന്നെ അത് ആരും വാങ്ങാൻ നിൽക്കലില്ല. ഇതാകുമ്പോൾ എരിവ് കുറവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ കഴുകിയിട്ടില്ലേ വെയിലത്തിട്ട് കൊടുക്കലാണ്. ഈ പണിയെല്ലാം അധികം ഉമ്മ തന്നെയാണ് കേട്ടോ എടുക്കൽ. അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക മുളകിൻ്റെ ഒന്നും പേര് എനിക്കറിയാണ്ടെന്ന്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നല്ല വെയിലുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. മൊത്തത്തിൽ ഞാനില്ലേ എന്താ പറയുക വെയിലത്തിട്ട് കൊടുക്കലാണ്. പിന്നെ മഞ്ഞളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി. വീട്ടിൽ വേറെ കുറച്ച് പണികളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അതെല്ലാം കഴിഞ്ഞിട്ട് தான் ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നതാണ്. ഇന്ന് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനില്ലേ 6 വലിയ സൈസിലുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാന്ന് കട്ട് ചെയ്തിട്ട്. 1 കപ്പ് ഓയിൽ, ഏതെങ്കിലും ഓയിൽ എടുക്കുക, ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതിൽ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. എന്നോട് കുറേ നാളായി ചോദിക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുക ഇർഫാനാണ്. ഹൈദരാബാദി എന്താ പറയുക ഹലീമിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ഷെയർ ആക്കിയിട്ടില്ലേ. കുറേ ആൾക്കാരുണ്ടാക്കിയിട്ട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. മെസ്സേജിലും ഫോട്ടോസെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
ഇനിതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇല്ലേ 2 ചിക്കനിന്ന് കുറച്ച് പീസ് മാത്രം മാറ്റിയെടുത്തതാണ്. 1.5 കിലോ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ മല്ലിയിലും പുതിനയിലും കട്ടാക്കിയതും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ 1 കിലോനാണ് ചെയ്യുന്നുണ്ടെങ്കിലേ 4 ഉള്ളിയും പിന്നെ ചിക്കൻ്റെ അളവും കുറച്ചോ കേട്ടോ. പിന്നെ തൈര് മുക്കാൽ കപ്പ് മതി. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതില്ലേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഞാനില്ലേ 1 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചതാണ്. 1.5 മുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. 1 മുറിയും പിന്നെ അതിൻ്റെ ഹാഫും കൂടി പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 1 ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ മതി. 1.5 കിലോനല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1.5 മുറി ചെറുനാരങ്ങ, 1.5 മുറി എന്ന് തന്നെയാണെന്ന് പറയുന്നറിയില്ല, 1 മുറിയും പിന്നെ വേറൊന്നിൻ്റെ ഹാഫും കൂടി അങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. 8 പച്ചമുളകോളം ചേർത്ത് കൊടുക്കുക. 1 കിലോ ചെയ്യുന്നുണ്ടെങ്കിൽ 6 പച്ചമുളക് മതി കേട്ടോ. ഇനിയിപ്പോൾ 8 ഏലക്ക, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പട്ട, പിന്നെന്താ കറാമ്പൂല്ലേ അത് 4 എണ്ണം ചേർത്ത് കൊടുക്കുക. അതന്നെ സെയിം പൊടിച്ചതില്ലേ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പം കാണിച്ച ഐറ്റംസ് അല്ലേ അത് പൊടിച്ചതും കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിതിലേക്കിലെ ഏലക്ക പൊടി 1 ടീസ്പൂണിലും കുറവ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിതിലേക്ക് 1 കപ്പ് പാലിൽ കുറച്ച് സാഫ്രോണ് കുതിർത്തതാണ് കേട്ടോ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. സാഫ്രോൺ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. ഹൈദരാബാദി ഐറ്റംസിനെല്ലാം സാഫ്രോണ് ഇട്ടതിനാലാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അതേ അവരെ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോൺ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മൊത്തം ഉള്ളി ഞാൻ ഫ്രൈ ആക്കിയിട്ടില്ലേ, അതിൽ നിന്നും പകുതി ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഫ്രൈ ആക്കി വെച്ച ഓയിലില്ലേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കി വെച്ച പാത്രത്തിൽ തന്നെ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മസാല റെഡിയാക്കി എടുക്കുക, കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ടില്ല, അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കുക കേട്ടോ. 5 മിനിറ്റ് മാത്രം കുക്കാക്കി എടുക്കുക. ടൈമിൽ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഊറ്റിയെടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലായാലും പ്രശ്നമില്ല ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില പുതിനയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ എടുത്ത ഐറ്റംസ് ഇല്ലേ കറാമ്പ്, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പട്ട, 6 ഏലക്ക, കറാമ്പ് 4 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴുകി ഊറ്റി വെച്ച ബസ്മതി റൈസ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 50% മാത്രം കുക്കാക്കി എടുക്കുക. നമ്മൾ സാധാരണ 90% കുക്കാക്കി എടുക്കൽ, ഇതിപ്പോൾ 50% മാത്രം കുക്കാക്കി എടുക്കുക. പകുതി വേവാക്കി എടുക്കുക കേട്ടോ, അധികം വേവണ്ട. ഇനിയിപ്പോൾ ഇത് ഊറ്റിയെടുക്കാം. അപ്പോൾ ചിക്കനെ ഒരു 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഊറ്റി വെച്ച റൈസില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ബസ്മതി റൈസ് എല്ലാം ഊറ്റിയെടുക്കുന്നതും വേവിക്കുന്നതും എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരിച്ചെടുത്ത റൈസാണ് നമ്മൾ വേവിച്ചെടുത്തത്. 50% മാത്രം വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് മസാലയൊക്കെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച് ഉള്ളി ബാക്കി വെച്ചിട്ടില്ലേ അതിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കുക. മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക. പിന്നെ പാലിൽ കുറച്ച് യെല്ലോ ഫുഡ് കളറും കുറച്ച് സാഫ്രോണും മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും സാഫ്രോണും മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയറായിട്ട് റൈസ് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ ഫ്രൈ ആക്കി വെച്ച ഉള്ളി, കാഷ്യൂനട്ടും ബദാമെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് മുകളിലായിട്ട് വീണ്ടും മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, നിങ്ങൾ എന്തായാലും ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ യെല്ലോ ഫുഡ് കളർ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ആക്കിയിട്ട് കുറച്ച് സാഫ്രോണും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക.
സാഫ്രോൺ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക കേട്ടോ. 30 to 45 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ അതിനുള്ള സലാഡ് റെഡിയാക്കലാണ്. ഫ്രൂട്ട്സ് എന്താ പറയുക, പൈനാപ്പിള്, ലെറ്റ്യൂസിൻ്റെ ലീവ്സ്, കക്കിരി, ക്യാരറ്റ്, തക്കാളി, കുറച്ച് ഒലീവ് ഓയിൽ, ഉപ്പ്, കുറച്ച് വിനെഗറും കൂടി മിക്സ് ആക്കിയിട്ട്, വിനെഗറല്ല കുറച്ച് ചെറുനാരങ്ങയും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ അധികം കുക്ക് ചെയ്യുമ്പില്ലേ എന്നോട് ചോദിക്കലുണ്ട്, ഇർഫാൻ എന്തിനാ ഇത്രയും അധികം ഫുഡ് ഐറ്റംസ് റെഡിയാക്കി എടുക്കുന്നതെന്ന്, ഇതാരാ കഴിക്കാന്നെല്ലാം ചോദിക്കലുണ്ട്. ഓരോരിക്കും ഒരു വലിയ നെട്ടലോട് കൂടിയല്ലല്ലോ ഇരിക്കുക കമൻറ്റ് ഉണ്ടായാൽ. അതില്ലേ ഇക്കയില്ലേ ഞാൻ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇക്കാൻ്റെ ഷോപ്പിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രണ്ട്സിനോ കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ക്ഷണിക്കുകയും ചെയ്യും ഫുഡിന് വേണ്ടിക്ക്. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പം എല്ലാ ഐറ്റംസ് ഉണ്ടാക്കും ഞാൻ ഇതുപോലെ കുറേ ഉണ്ടാക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പം കുറേ ഉണ്ടാക്കും. അങ്ങനെ എന്തായാലും കൊണ്ടുപോകും കേട്ടോ. ഇക്ക അത് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇക്ക എന്തായാലും ഒരു പാത്രത്തിൽ താന്ന് പറഞ്ഞിട്ട് വിളമ്പിയിട്ട് എടുക്കും. കാര്യം ഇക്കാക്ക് ഫ്രണ്ട്സിനോ അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിലെല്ലാം കൊണ്ടു കൊടുക്കും. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര അധികം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റെല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ അധികം വീഡിയോ എടുക്കൽ, അന്നേരം കുറേ വേണ്ടേ അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എല്ലാം മിക്സാക്കി എടുക്കലാണ്. ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ബിരിയാണിയിലും എത്രയോ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഹലീമ പറഞ്ഞ പോലെ തന്നെയാണ് ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണി. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഞാനില്ലേ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാന്ന് തന്നെ പറയും കേട്ടോ. അത്ര അടിപൊളിയാണ്. നിങ്ങളെന്തായാലും ട്രൈ ആക്കി നോക്കുക. ഈ ഒരു റമദാൻ്റെ ടൈമെല്ലാം എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. പിന്നെന്താ, ചിക്കനിൽ നിങ്ങൾ 1 കിലോനാ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വലിയ സൈസിലുള്ള ഉള്ളി മതി. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ അളവും കുറച്ച് കൊടുക്കുക. ഇതിപ്പോൾ 1.5 കിലോയിലാണ് ഞാൻ ചെയ്തത്. ചിക്കനെല്ലാം നല്ല സോഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ്. നമ്മൾ സാധാ ബിരിയാണി വെക്കുന്നതിലും എത്രയോ ഈസിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി വെക്കാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. ഞാനില്ലേ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലെല്ലാം ഇപ്പോൾ അറിയുന്ന പോലെ ഫീൽ ചെയ്യുന്നു. മാഷാ അല്ലാ, അത്ര അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ആക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇക്കാക്ക് ഷോപ്പിലേക്കുള്ളതും വിളമ്പിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് വർക്ക് ഏരിയ കിച്ചൺ എന്തായി എന്നല്ലോ. നമ്മളില്ലേ കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കിച്ചൺ ഉണ്ടാക്കിയത് എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് ഒരു 2 ലക്ഷത്തിനെല്ലാം ഒതുങ്ങുന്ന ഒരു കിച്ചൺ മതി എന്ന് വിചാരിച്ചിട്ട് പുറത്തങ്ങനെ ആക്കിയതാണ്. അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഐറ്റം അലൂമിനിയത്തിൻ്റെ കിച്ചണാണ് കേട്ടോ ഞാൻ പുറത്ത് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് പൈസ കൂടിയാലും ക്വാളിറ്റി ഐറ്റംസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉള്ളിലെ കിച്ചണാണെന്നുണ്ടെങ്കിലേ നമ്മൾ എയറോം ഇൻറ്റീരിയേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് പ്രൈസുമാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഇക്കാക്ക് നിർബന്ധമൊന്നും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വേണം. പക്ഷെ പുറത്ത് നമ്മൾ കിച്ചൺ ചെയ്യുന്ന ടൈം അത് തട്ടിക്കൂട്ടി കിച്ചൺ അങ്ങനെ മതി എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ചെതൽ പിടിക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് വീണ്ടും മാറ്റേണ്ട പണി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എയറോം ഇൻറ്റീരിയേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന്. കാര്യം അവരുടെ വർക്ക് നല്ല വർക്കാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം ചെയ്തിട്ട് ഇപ്പം 4 വർഷമായില്ലേ. കിച്ചൺ ഒരു കംപ്ലൈൻറ്റും പറയാനില്ല എൻ്റെ ഉള്ളിലത്തെ കിച്ചണ്. അതുപോലെ തന്നെ അധികം എവിടെയും കാണാത്ത നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കിച്ചണല്ലേ. അപ്പോഴല്ലേ ഞാൻ വിചാരിച്ചു പുറത്തും ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന്. കാര്യം എനിക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന്. എന്ത് കാര്യം തന്നെ, ഇപ്പം പാത്രങ്ങളുടെ കാര്യമായാലും ഞാൻ കൊർക്കുമാസ് ബ്രാൻഡെല്ലാം നല്ലതാണെന്ന് പറയലില്ലേ, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന കേട്ടോ ഞാൻ നല്ലതാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ ആ ഒരു പാത്രത്തിന് ഒരു കലയോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ 4 വർഷത്തോളമായി നിങ്ങളെൻ്റെ കിച്ചണും കാണാൻ തുടങ്ങിയിട്ട് ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെ കൊണ്ട് തന്നെ പുറത്തെ വർക്കിംഗ് കിച്ചണും ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ അവർ അളവും കാര്യങ്ങളെല്ലാം എടുക്കാൻ വന്നതാണ് കേട്ടോ. നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്ന്. അതുപോലെ അവർ ഐഡിയാസ് പറഞ്ഞുതരികയും ചെയ്യും. നല്ല നല്ല പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിച്ചൺ കാര്യങ്ങളും ഐഡിയാസിൽ വന്നിട്ട് അവർ പറഞ്ഞെടുത്ത്. അതുപോലെ തന്നെ എന്താ പറയുക, ഞാനും ഒക്കെയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കലാണ്.
പിന്നെന്താ അളവും കാര്യങ്ങളും എല്ലാം എടുക്കലാണ്. അതാണ് കേട്ടോ ഇത്ര ലേറ്റായ. നമ്മളൊന്ന് ചിന്തിച്ച് തട്ടിക്കൂട്ടി കിച്ചൺ എടുക്കണോ അല്ല നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ ഉള്ളിലത്തെ കിച്ചൺ ഇത്രയും കാലമായിട്ട് ഒരു മോശം വന്നിട്ടില്ല, അപ്പോൾ ഇവരെ തന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തെ കിച്ചണും അടിപൊളിയായി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാഷാല്ലാ അങ്ങനെയാണ് നമ്മൾ ഇവരെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം സീലിംഗ് വർക്കും ടൈലും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവരെ കോൺടാക്ട് ചെയ്ത്. ശരിക്കും നമ്മളില്ലേ ഇവരെ കോൺടാക്ട് ചെയ്യും മുമ്പേ കിച്ചൺ വർക്ക് ചെയ്യും മുമ്പേ ആദ്യം ടൈലും വയറിങ്ങും പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും മുമ്പേ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ വീടെടുക്കുമ്പം തന്നെ ഇവരോട് ഐഡിയാസും കാര്യങ്ങളെല്ലാം ചോദിക്കണം. അങ്ങനെയാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമായി കിട്ടും കേട്ടോ. ഒരുപാട് വർക്ക് നമുക്ക് എളുപ്പമായി കിട്ടും. അതുപോലെ തന്നെ നഷ്ടങ്ങൾ ഒഴിവായി കിട്ടും. നമ്മളിപ്പം വിചാരിക്കും ചെറിയ റേറ്റ് അല്ലേ നമുക്ക് ഈ ഒരു കിച്ചൺ ചെയ്യാമെന്നല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് എന്താ പറയുക, ഇപ്പം നമ്മൾ വീഡിയോസിലായാലും ഒരുപാട് ഒരുപോലത്തെ ടൈപ്പ് കിച്ചൺ എല്ലാം കാണുന്നില്ലേ. അപ്പം നമ്മൾ വിചാരിക്കും അവർ ചെയ്ത പോലത്തെ കിച്ചൺ ചെയ്യുക, ഇവർ ചെയ്ത പോലത്തെ കിച്ചൺ ചെയ്യുക, റേറ്റ് ആണെങ്കിൽ കുറവല്ലേ ഉള്ളൂ എന്നെല്ലാം. പക്ഷേ ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമുക്ക് പണിയും കിട്ടും. ചെതൽ പിടിക്കലും പെയിൻ്റ് ഇളകി പോവുക കാര്യങ്ങൾ എല്ലാം ആയിട്ട്. അപ്പം നമ്മൾ ഒരിക്കൽ കിച്ചൺ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ അതെപ്പോഴും അതിൻ്റെ ട്രെൻഡ് പോവുകയും ചെയ്യില്ല, ലേറ്റസ്റ്റ് മോഡലായിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോശമായി പോവുകയും ചെയ്യും. ഇന്നത്തെ കാലത്തിൽ കോടികളും മുടക്കിയിട്ട് ആൾക്കാർ വീടുണ്ടാക്കും. എന്നാൽ കിച്ചണാണെന്നുണ്ടെങ്കിൽ കിച്ചണല്ലേ അത് മതി, അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം ഒഴിവാക്കും. ഏറ്റവും പ്രൈസ് കുറഞ്ഞ രീതിയിൽ ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ തട്ടിക്കൂട്ടി കിച്ചണാക്കി മാറ്റും. അങ്ങനെയല്ല കേട്ടോ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ലേഡീസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവില്ല കിച്ചണിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണിയുള്ളതും വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മോശമായാൽ കിച്ചൺ തന്നെയായിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളും അങ്ങനെയാണ് കേട്ടോ ചിന്തിച്ചിട്ടുണ്ടായിനി പുറത്തെ കിച്ചണല്ലേ അങ്ങനെ മതി എന്ന് വിചാരിച്ച കാര്യം. നമ്മൾ ഉള്ളിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസാണ് ചെയ്തിട്ടുണ്ടായിന്. അപ്പം നമ്മൾ വിചാരിച്ചു പുറത്തെ കിച്ചണല്ലേ അങ്ങനെ മതി എന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് നോക്കിയിട്ട് തന്നെ പുറത്തും ചെയ്യാമെന്ന്. അപ്പോൾ ചിന്തിച്ചേരം കിട്ടിയതാണ് നമ്മൾ ഉള്ളിൽ റൂം ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്ത് അവർ തന്നെയാണ് ബെസ്റ്റ് കിച്ചണിൻ്റെ കാര്യത്തിലും വീടിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളും എല്ലാം. അപ്പോൾ അവരെ തന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ബെസ്റ്റിനെ സെലക്ട് ചെയ്യണ്ടേ അങ്ങനെ. ഇനിയിപ്പോൾ എന്താ പറയുക, കിച്ചൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഇത്ര തന്നെയാണ് കേട്ടോ. ചോദിച്ചവർ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ടൈലും കാര്യങ്ങളെല്ലാം വെച്ച് സീലിംഗ് വർക്കും ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇവർ കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരും. ഡിസൈനും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ. ഇൻഷാല്ലാ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇവരുടെ ഡീറ്റെയിൽസിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ കിച്ചൺ ടൂർ വീഡിയോയിലും അതുപോലെ തന്നെ ഹോം ടൂർ വീഡിയോൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിന് ഇവരുടെ ഡീറ്റെയിൽസ്. എന്നാലും എനിക്ക് അധികം മെസ്സേജും കോളെല്ലാം വരുത്തുന്നുണ്ട്. ഇർഫാൻ എൻ്റെ വീട് ആരാ ഡിസൈൻ ചെയ്തേ, കിച്ചൺ ആരാ ഡിസൈൻ ചെയ്തതെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പം ഞാനധികം പറഞ്ഞു കൊടുക്കലാണ്. ഓരോരുത്തർക്ക് എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ, സോറി. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പുതിയ വീടെല്ലാം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും മുമ്പേ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യലും നല്ലതാണ്. കിച്ചൺ എങ്ങനെ ആയിരിക്കണം ഒരുപാട് ഐഡിയാസ് ഇവർ പറഞ്ഞു തരും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളെല്ലാം കൂടുതൽ അറിയുന്നത് ഇവർക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ കേട്ടോ. ഇനിയിപ്പോൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് കാണിക്കുമെന്ന് എന്നോട് കുറേ ആയി ചോദിക്കുന്നു. ഞാൻ എന്താ പറയുക കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിനി. ഇർഫാന ഷംഷീർ മേക്ക് ആൻഡ് ഫ്രീസ് റെസിപ്പി റമദാൻ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എന്താ പറയുക കട്ട് ചെയ്തിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. ഇർഫാന ഷംഷീർ മേക്ക് ആൻഡ് ഫ്രീസ് റെസിപ്പീസ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ 2-3 ദിവസമായിട്ട് പഴയ വീഡിയോസല്ലേ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യുന്ന എന്താ പറയുക എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോസല്ലേ, അതിൻ്റെ എല്ലാം റെസിപ്പിക്ക് എടുക്കാൻ എനിക്ക് കമൻറ്റിൽ ചോദിക്കലുണ്ട്. അപ്പം ഞാൻ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. 11 ലക്ഷത്തിലേക്കെല്ലാം ഓൾറെഡി എത്തിയ വീഡിയോസാണ് കേട്ടോ അതെല്ലാം. എന്നാലും ഒരുപാട് പേര് അത് കണ്ടിട്ട് ഇപ്പോഴും നല്ല നല്ല കമൻസ് പറയലുണ്ട്. അതുകൊണ്ടാണ് പഴയ വീഡിയോസിനെ വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വ്യൂസ് കിട്ടാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഓൾറെഡി വ്യൂസ് കിട്ടിയ 11 ലക്ഷം 10 ലക്ഷം 5 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയ വീഡിയോസാണ് കേട്ടോ. ഇതെല്ലാം 4 ലക്ഷം 3 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയ വീഡിയോസ് തന്നെയാണ്. പക്ഷേ റമദാൻ്റെ ടൈമല്ലേ, സ്നാക്സിന് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. അപ്പം വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ റെസിപ്പി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യൽ.
അതിൻ്റെ കൂടെ നമ്മൾ കാണാത്തവർ കാണുകയും ചെയ്യും അങ്ങനെ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇനിയും അങ്ങനത്തെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇഷ്ടമില്ലാത്തവർ കാണണ്ട, ഇഷ്ടമുള്ളവർ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്താ, ഈ റെസിപ്പീസ് എല്ലാം അടിപൊളി റെസിപ്പീസാണ്. കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, കണ്ടുനോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത റമദാൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻഷാ അല്ലാഹ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇപ്പം ഞാൻ കുറേ ബിസിയാണ്, അതുകൊണ്ടാണ് പഴയ വീഡിയോസ് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം വീഡിയോസ് ഷെയർ ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, പുതിയ വീടും കിച്ചണെല്ലാം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എയറോം ഇൻറ്റീരിയേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. നിങ്ങളെന്തായാലും ചെക്ക് ചെയ്തോ. പിന്നെന്താ, ട്രെൻഡ്യോൾ ഇപ്പം കുറേ പാത്രങ്ങൾ, എൻ്റെ വീട്ടിലെ പാത്രങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്തോ. എൻ്റെ വീട്ടിലെ എല്ലാ പാത്രങ്ങളുടെ ഡീറ്റെയിൽസും ഞാനില്ലേ ട്രെൻഡ്യോളുടെ ലിങ്ക് എന്താ പറയുക താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. അതും ഞാൻ 3-4 വർഷത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓയിൽ ജാറിൻ്റെയും എല്ലാം ലിങ്ക് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇല്ലേ വീഡിയോ ഇട്ടപാട് തന്നെ ഞാൻ ലിങ്ക് കൊടുക്കൂല. ഇൻഷാ അല്ലാഹ് രാത്രി ആകുമ്പോഴേക്കും നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ, വീണ്ടും ചെക്ക് ചെയ്തോ. ഇപ്പം തന്നെ ഞാൻ കൊടുക്കൂല, കാര്യം ഇപ്പം ഞാൻ എന്തെങ്കിലും തിരക്കിലായി പോവും. രാത്രി ആകുമ്പോഴേക്കും ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ, പാത്രങ്ങളുടേത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഹലീമിൻ്റെ റെസിപ്പി ഇതുവരെ കാണാത്തവർ കണ്ടു നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.